الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് റഹ്മുറഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ആഫിയത്തും റഹ്മുറഹിമീനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഖുത്ബകളിൽ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെ സംബന്ധിച്ച് ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കൂട്ടർ ആരാണ്? അതല്ലെങ്കിൽ എന്ത് പ്രവർത്തനം കാഴ്ചവെച്ചാലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആ മലക്കുകളുടെ പ്രാർത്ഥന വിശ്വാസികൾക്ക് ലഭിക്കുക? അതിൽ നമ്മൾ എണ്ണി പറഞ്ഞു. ഒന്നാമതായി, ആരെങ്കിലും കൃത്യമായ നിലയിൽ വിശ്വാസം വെച്ച് പുലർത്തുകയും പശ്ചാത്തപിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്താൽ അവന് മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ടാകും. ആ വ്യക്തിക്ക് മാത്രമല്ല, തൻ്റെ കുടുംബത്തിന് ആകമാനം മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിർ 40-ാം അധ്യായത്തിൻ്റെ 7-8 ആയത്തുകൾ വിശദീകരിച്ച് പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഇനി പറഞ്ഞത് രോഗിയെ സന്ദർശിക്കലും അതിൻ്റെ ഭാഗമായി നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് കാണാൻ കഴിയുക മൂന്നാമത്തെ കാര്യം, അഥവാ ഒരു മലക്കിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്നെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ കാര്യമായി നമുക്ക് ഹദീസുകളിലെല്ലാം കാണുക, തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുകയാണ്, തൻ്റെ സഹോദരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക. അവനെ കേൾക്കാൻ വേണ്ടിയിട്ടെന്നല്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അവനെ സുഖിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതല്ല, മറിച്ച്
അവന്റെ അസാന്നിധ്യത്തിൽ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവനും മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാവും. എങ്ങനെയാണ് ആ പ്രാർത്ഥന ഉണ്ടാവുക? അതും ഹദീസിലുണ്ട്. നമ്മൾ മുൻകഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞപ്പോഴും അതിന്റെ കൂടെ രേഖപ്പെടുത്തപ്പെട്ട് അതിന്റെ കൂടെ ഹദീസുകളിൽ വന്ന കാര്യം പ്രാർത്ഥന കൂടി എപ്രകാരമായിരിക്കുമെന്ന് എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സഹോദരന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവന് വേണ്ടി പോലും മലക്ക് പ്രാർത്ഥിക്കും എന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അൻ അബീ ദർറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദഉ ലിഅഖീഹി ബിളഹരിൽ ഗൈബ്. അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ കാലൽ മലക്കു, അവന്റെ അടുത്തുള്ള മലക്ക് പ്രകാരം പ്രാർത്ഥിക്കും, വലക ബിമിസ്ൽ, നിനക്കും ആ പ്രാർത്ഥന ആ ഒരു ഖൈറുണ്ടാവട്ടെ. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ചിലപ്പോൾ തന്റെ ഭാര്യയോട് തന്റെ ഇണയോട് പങ്കുവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക തന്റെ കൂട്ടുകാരന്മാരോടായിരിക്കും. അങ്ങാടിയിൽ ഒരു അസർ കഴിഞ്ഞ് ഒരു മഗ്രിബ് കഴിഞ്ഞ് കൂട്ടുകാരൊത്ത് ഇരിക്കുമ്പോൾ തന്റെ കൂട്ടുകാര് പറയും എന്റെ പ്രയാസങ്ങൾ, അവന്റെ കഷ്ടപ്പാടുകൾ. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന ആ കൈകൾ ഉയർത്തുന്ന സന്ദർഭത്തിൽ നമ്മളോട് സ്വന്തം ഇണയോട് പോലും പറയാൻ പറ്റാത്തത്ര പ്രയാസങ്ങളും വേദനകളും നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാര് ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പോ പറയപ്പെടുന്ന നമ്മുടെ ചങ്കുകൾ, നമ്മുടെ കൂട്ടുകാർ അങ്ങനെയൊരു പേര് പറഞ്ഞുകൊണ്ട് വിശേഷിക്കുമ്പോൾ ആ കൂട്ടുകാരന് വേണ്ടി നമ്മുടെ കൈകളൊന്ന് ഉയരാൻ, തന്റെ സഹോദരന് വേണ്ടി തന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. എന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്നത്? വലക ബിമിസ്ൽ, താങ്കൾക്കും അതുണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്റെ സഹോദരൻ എന്റെ കൂട്ടുകാരൻ അവന് ഇന്ന പ്രയാസങ്ങളുണ്ട് റബ്ബേ, അവന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് നാഥ, അവന്റെ കഷ്ടപ്പാടുകളുണ്ട് നാഥ, അവന്റെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു റബ്ബേ. അല്ലാഹുവേ അവന്റെ പ്രയാസത്തെ, അവന്റെ കഷ്ടതയെ, അവന്റെ ബുദ്ധിമുട്ടിനെ നാഥ നീ ദൂരീകരിക്കണേ എന്നൊരു വ്യക്തി, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോ അവന്റെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഇവൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ഇവനും ഉണ്ടാവട്ടെ. തന്റെ സഹോദരനിൽ നിന്നും ദൂരീകരിക്കാൻ, പ്രയാസങ്ങൾ നീക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഇവനിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അല്ലാഹുവേ നീയും അത് മാറ്റണേ, അത് നീക്കി കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം അതാണ്, തന്റെ സഹോദരന് വേണ്ടി, തന്റെ സുഹൃത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ അടിച്ചു പൊളിക്കാനും അവരുടെ കൂടെ കറങ്ങാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും ഇസ്ലാമിന്റെ ആ ഒരു മാർഗത്തിൽ ചേർത്ത് പിടിക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഉത്തമരായ കൂട്ടുകാരെ കൂടിയാവാൻ നമ്മൾ തയ്യാറാവുക. അതല്ലാതെ തോന്നിവാസ്യത്തിനും മ്ലേച്ഛതകൾക്കും വേണ്ടിയും ആ രീതിയിൽ കൂട്ടുകൂടേണ്ടവരല്ല കൂട്ടുകാർ, മറിച്ച് ധർമ്മത്തിനു വേണ്ടി, ഖൈറിനു വേണ്ടി, നന്മക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, ആ രീതിയിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരന് വേണ്ടിയും നമ്മുടെ കൈകൾ ഉയർത്തുക. അല്ലാഹുവേ എന്റെ ജ്യേഷ്ഠന് ഇന്ന പ്രയാസങ്ങളുണ്ട് റബ്ബേ, എന്റെ അനിയന് ഇങ്ങനെ അസുഖങ്ങളുണ്ട് റബ്ബേ, അവൻ ഇന്ന പ്രയാസങ്ങൾ പറഞ്ഞു, അവന്റെ മകളെ കെട്ടിക്കാനുള്ള പ്രയാസങ്ങളെ പറ്റി പറഞ്ഞു നാഥ എന്ന് പ്രാർത്ഥിക്കാൻ, എന്ന് കൈകൾ ഉയർത്തി ഒരു പരിപൂർണ വിശ്വാസിയാവാൻ, എന്തിനേയും ഏതിനേയും പരിപൂർണമായി സ്വാഗതം ചെയ്യുന്ന ഹൃദയവിശാലതയുള്ള മുഅ്മിനാവാൻ നമ്മൾ തയ്യാറാവുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി ധനം ചെലവഴിച്ചാൽ അവന് അള്ളാഹുവിന്റെ മലായിക്കത്തീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഹദീസ് നമുക്ക് നോക്കാം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസ് പ്രകാരം കാണാൻ കഴിയും, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു
ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഒരു പ്രഭാതം പൊട്ടിവിരുന്ന സമയത്ത് 2 മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് ആ മലക്കുകളിൽ ഒരാൾ പ്രാർത്ഥിക്കും. ഫയഖൂലു അഹദഹുമാ, എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ വയഖൂലുൽ ആഖിർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. അല്ലാഹുവേ, അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹുവേ അവർക്ക് പകരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. എങ്ങനെ? അല്ലാഹുവേ, ആരാണോ നിന്റെ മാർഗത്തിൽ ധനം ചെലവിടുന്നത് അവർക്ക് നീ പകരം കൊടുക്കണം. ആരാണോ പിടിച്ചു വെക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഏതെങ്കിലും ഒരു ഹൈറായ കാര്യത്തിന് നന്മക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പോലും ഒരു അണ പൈ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അവർക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ അങ്ങനെ പിടിക്കുന്ന ആളുകൾക്ക് നീയും പിടിക്കണേ നാഥാ, അവർക്ക് നീ കൊടുക്കില്ലേ റബ്ബേ എന്ന് മലക്ക് പ്രാർത്ഥിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ എന്താണോ അത് എന്ത് തന്നെയായാലും, അത് ഒരു നാണയത്തുട്ടാണെങ്കിലും ശരി കൂട്ടരെ, അള്ളാന്റെ മാർഗത്തിൽ അത് എന്തുമായിക്കൊള്ളട്ടെ, രോഗിയെ ശുശ്രൂഷിക്കലാകട്ടെ, ഏതൊരു ആതുര സേവനങ്ങൾക്കാണെങ്കിലും അള്ളാന്റെ നിയ്യത്തോടു കൂടി, ആ ഒരു അള്ളാന്റെ മാർഗത്തിൽ നിയ്യത്തോടു കൂടി കൊടുക്കാൻ കഴിയണം. നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ കാര്യമുണ്ട്. ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്ന അള്ളാഹു വിശേഷിപ്പിച്ചത് ധനം ചെലവാക്കുന്നതിനെ. അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് കടം കൊടുക്കലുമായിട്ടാണ്. മറ്റൊരായത്തിൽ കാണാൻ കഴിയും, അത് ഏതുപോലെ എന്നാൽ നെൽക്കതിരുകൾ വിളയും പോലെയാണ്. ഒരു ധാന്യത്തിൽ നിന്ന് മറ്റൊന്നുണ്ടാകുന്നു, അങ്ങനെ ഓരോ ധാന്യത്തിൽ നിന്നും 100 കണക്കിന് ധാന്യമഴികൾ വീഴും പോലെയാണ് ഒരു മനുഷ്യന്റെ ദാനധർമ്മം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ എന്താണോ അവിടെ പിശുക്കല്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്ക് അറിയാം. അത് എന്ത് തന്നെ അത് കണക്കാക്കിക്കൊണ്ട്, അതിന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഒരു റുപ്യാണെങ്കിൽ കൂട്ടരെ നമ്മൾ കൊടുക്കാൻ കഴിയണം. ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സംഭവം. ഒരു യുദ്ധം നടക്കാൻ പോകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് വീട്ടിലുള്ളത് അത് മടക്കിക്കൊണ്ടുവരാൻ, അത് കൊണ്ടുവരാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞു, ഇപ്രാവശ്യം അബൂബക്കറെ ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. കാരണം ഏതൊരു സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല എന്താ ഉമറെ കൊണ്ടുവന്നത്? ഞാൻ ഇന്ന സാധനങ്ങളാണ്, ഇന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂബക്കറെ എന്താ നീ കൊണ്ടുവന്നത്? ഞാൻ അള്ളാഹുവും അള്ളാഹിന്റെ റസൂലിനെയും ബാക്കിയെല്ലാം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറെ നിന്നെ എനിക്ക് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. കൂട്ടരെ, ആ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വേണം. ബൈറുഹ എന്ന് പറയുന്ന തോട്ടം തൽഹത്ത് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ചരിത്രമുണ്ട്. ആയത്തിറങ്ങുമ്പോൾ നീ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് അള്ളാഹിന്റെ മാർഗത്തിൽ ജനമഴിക്കുന്നത് വരെ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന ആയത്ത് അവതരിക്കുമ്പോൾ തൽഹത്ത് റളിയല്ലാഹു അൻഹു നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അങ്ങനെയാണെങ്കിൽ എന്റെ ബൈറുഹ എന്ന് പറയുന്ന തോട്ടം ഇതാ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ചെലവെടുക്കുകയാണ് എന്ന് പറഞ്ഞ തൽഹത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നതെന്തോ, ഒരുപാട് സ്വത്ത് മുഴുവൻ എഴുതിക്കൊണ്ട് നമ്മളാൽ കഴിയുന്നത് എന്താണോ കൂട്ടരെ, അത് എന്ത് തന്നെ ആയാലും, അത് പള്ളി പരിപാലനത്തിലാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റേതൊരു ദഅവാ പ്രവർത്തനത്തിനാകണമെങ്കിലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആതുര സേവനങ്ങൾക്കാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനൊരു നീക്കിയിരിപ്പ് തുക കണ്ടെത്താൻ, നമ്മുടെ സക്കാത്ത് പോലും നമുക്ക് മുമ്പിലുണ്ടാകുമ്പോൾ അതിനൊരു കണക്കാക്കി മാസം ഇത്ര ശമ്പളത്തിൽ നിന്ന് ഇത്ര മാറ്റി വെച്ചുകൊണ്ട് കണക്കാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക.
അഞ്ചാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വന്തം മനസ്സിൽ നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദ സല്ലല്ലാഹു തആല അലൈഹി വൽ മലായികതു ബിഹാ 70 സ്വലാത്ത്. ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് വേണ്ടി മലായികത്തുകൾ 70 പ്രാവശ്യം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അത് സ്വലാത്ത് ചൊല്ലാൻ, പ്രവാചകന്റെ പേരിൽ പറയാൻ നമ്മൾ കഴിയണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം പറഞ്ഞു, ആരെങ്കിലും പ്രവാചകന്റെ പേര് കേട്ടിട്ട് പോലും മനസ്സിൽ പോലും സ്വലാത്ത് ചൊല്ലാത്തവരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ വാക്കുകളും നമ്മൾ പറഞ്ഞു അല്ലെ. പിശുക്കൻ എന്നാണ്, ബഖീൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 പ്രാവശ്യം മലായികത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്ര വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലി നോക്കാം. എത്ര പ്രാർത്ഥനയാ കിട്ടുക, എത്ര പ്രാർത്ഥനയാ കിട്ടുക കൂട്ടരെ. നമ്മൾ ഖൈറിന് വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തും പ്രവാചകന് വേണ്ടിയിട്ടെല്ലാം ഓരോ നമസ്കാര ബാങ്കിന് ശേഷം എല്ലാം പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലും. ഇപ്പൊ നോക്ക്, ജുമാ ഖുതുബയില് ഇപ്പൊ എത്ര തവണ നമ്മൾ പ്രവാചകന്റെ പേര് പറയുന്നുണ്ട്. അവിടെ ഓരോ തവണയും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിന്റെ 70 മലായികത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, രാത്രിയിൽ ശുദ്ധിയോടുകൂടി കിടക്കണം എന്നുള്ളതാണ്. അഥവാ രാത്രിയിൽ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുകയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? വൃത്തിയോടും ശുദ്ധിയോടും കൂടി കിടക്കുക. നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്, മൻ ബാത ത്വാഹിറൻ ബാത ഫി ശിആരിഹി മലകുൻ ഫലം യസ്തൈഖിൽ ഇല്ലാ ഖാലൽ മലക് അല്ലാഹുമ്മ ഗ്ഫിർ ലി ബാദിക് ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറ. ഒരാള് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് ഇങ്ങനെയാണ്, ശുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാൽ വുളു എടുത്താണ് അവൻ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ അവന്റെ ആ തലയുടെ അടുത്തൊരു മലക്ക് കൂടി ഉണ്ടാവും. ഫലം യസ്തൈഖിൽ ഇല്ലാ ഖാലൽ മലക് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഏത് സമയം വരെ? അവൻ എഴുന്നേൽക്കുന്ന സമയം വരെ. സുബ്ഹാനല്ലാഹ്. രാത്രി ഒരു 10-11 മണിക്ക് ഉറങ്ങുന്നവൻ വുളു എടുത്ത് ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി അവൻ വന്ന് കിടന്നാൽ രാവിലെ ആകുന്നത് വരെ, ഫജറിന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം വരെ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇവന് നീ പുറത്ത്, മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കണേ. അപ്പോ ഈ പ്രാർത്ഥനകൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ചോക്കാം. വലിയ ഏതെങ്കിലും മലമറിക്കണ കാര്യങ്ങളാണോ? അന്നല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ നിസ്സാരം. എന്താ ഉള്ളത്? രാത്രി കിടക്കുമ്പോൾ വുളു എടുത്ത് കിടക്കണം. എന്തെങ്കിലും പ്രയാസമുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? വലിയ മലമറിക്കണ പണിയാണോ? ഒന്നുമല്ല. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മലക്കിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുക. എന്താ പറഞ്ഞത്? അവൻ തിന്മകൾ ഒരുപാട് ഉണ്ടാകും, റബ്ബേ ആ തിന്മകൾ നീ പുറത്തു കൊടുക്കണേ, മലക്കിനെ ഏൽപ്പിച്ചേക്ക അല്ലാഹു. അത്ര വളരെ ലളിതമാണ് ഇസ്ലാം എന്ന മതം. സ്വർഗത്തിലേക്ക് എത്താൻ വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്. നരകത്തിൽ നിന്ന് അകറ്റാനാണ് നമ്മൾ ഏറെ പ്രയാസപ്പെടുന്നത്. ഹറാമ് ചെയ്യാതിരിക്കാനാണ് ഏറെ പ്രയാസം. നന്മ ചെയ്യാതിരിക്കാൻ വലിയ പ്രയാസമില്ല. ഇത്രയും ലളിതമാണ് നന്മകൾ ചെയ്യാൻ. ഇത്രയേറെ സിമ്പിളായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരിക. നമ്മൾ കിടക്കുന്നതും എല്ലാം ഇപ്പോ എസിയിലാണ് അല്ലേ? നമ്മുടെ വീടുകളിൽ എസി, അൽഹംദുലില്ലാഹ്. ഈ പള്ളിയിൽ നോക്ക്, എസിയിലാണ് ഇരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തന്നു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിസാരമായ കൽപ്പനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ തുച്ഛമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ
നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഇതിന് തീരുമാനം എടുക്കുക. ഇല്ല, ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കിടക്കയിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്നത് വുദു എടുക്കുക, അതേപോലെ തന്നെ ആയത്തുൽ കുർസിയും മുഅവ്വിദാത്തുകൾ ഇഖ്ലാസും, അതേപോലെ തന്നെ സൂറത്തുൻ നാസും ഫലക് ഓതുക, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഓതി ശരീരത്തിൽ തടവി വലതു ഭാഗം ചെരിഞ്ഞു കിടക്കുക. ഇത്രയേറെ ലളിതമായി കൊണ്ട് ഓരോ ദീനും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ നിസ്സാരമാണ്. അത് നമ്മൾ ചെയ്യാൻ തുടങ്ങണം. അതിനുവേണ്ടി ഒരു കാര്യം നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് അള്ളാഹു അത് എളുപ്പമാക്കി തരിക. കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിലേക്ക് ഒരാൾ നടന്നെടുത്താൽ അത് നമ്മളിലേക്ക് ഓടി വരും. അത് നമ്മൾ ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അപ്പൊ അത് അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് തൗഫീഖ് തരും. ഇതൊക്കെ വലിയ പ്രയാസാണ്, മെനക്കേടാണെന്ന് വിചാരിച്ച കാലാകാലം അത് പ്രയാസമായിക്കാലും കൂട്ടരെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇന്നൊരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞാനിതാ കിടക്കുന്നതിന് മുമ്പ് വുളു എടുത്ത് ഈ രീതിയിൽ ആയത്തുൽ കുർസി ഓതി, ഞാൻ ഫാത്തിഹ ഓതി, അതേപോലെ തന്നെ മുഅവ്വിദാത്തുകൾ ഓതി ദിക്റുകൾ ചൊല്ലിയിട്ടായിരിക്കും കിടക്കുക. അങ്ങനെ കിടന്നാലുള്ള ഒരു ഖൈറ് നമുക്ക് നമ്മുടെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹു ആ പ്രഭാതത്തിൽ ഫജറിന് പോലും നമ്മൾ എഴുന്നേൽപ്പിക്കും. അതോടൊപ്പം തന്നെ മലക്കിന്റെ പ്രാർത്ഥന. എത്രയെല്ലാം തിന്മകളുണ്ടോ നമ്മളെ കണ്ണുകൊണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായി ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. ആ രീതിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് പോലും അറിയാതെ പോലും എട്ടു നോക്കുന്ന ആ നോട്ടങ്ങളിൽ വരുന്ന തിന്മകൾ പോലും മലക്കുകളുടെ പ്രാർത്ഥനയിലൂടെ മാറ്റപ്പെടും. അടുത്തൊരു കാര്യം അതാണ്. ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, സുബ്ഹിക്ക് ജമാഅത്തായി അസറിനും ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാവും. എന്താണെന്ന് അറിയണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. യതആകബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ യജ്തബഊന സ്വലാത്ത് സുബ്ഹി വസ്വലാത്തുൽ അസർ. രണ്ട് മലായികത്തുകൾ, രണ്ട് കൂട്ടർ ഉണ്ടാവും. ഒന്ന് അസറിന്റെ സമയത്ത് ഇറങ്ങണവര്, രണ്ട് സുബ്ഹിന്റെ സമയത്ത് ഇറങ്ങണവര്. സുബ്ഹിന്റെ സമയത്ത് ഇറങ്ങുന്നവർ തിരിച്ചു പോവുക അസറിന്റെ സമയത്താ. അസറിന്റെ സമയത്ത് ഇറങ്ങുന്നവര് തിരിച്ചു പോവുക പിറ്റേന്ന് സുബ്ഹിക്കുള്ളവരാ. അപ്പൊ ഈ രണ്ട് വിഭാഗം ആളുകളും കണ്ടുമുട്ടുക ഈ വക്തിലാണ്. ഏത് രണ്ട് വക്ത്? സുബ്ഹി നമസ്കാരത്തിലും അസർ ജമാഅത്തിലും. എന്നിട്ട് എന്നിട്ട് ആ സമയത്തുള്ളവരോട് കഴിച്ചു കൂട്ടും, എന്നിട്ട് തിരിച്ചു പോകും. ആ സന്ദർഭത്തെ അള്ളാഹ് ചോദിക്കും, ഇതെല്ലാം അറിയുന്ന റബ്ബ് മലായികത്തുകളോട് ചോദിക്കും, അല്ല എന്റെ അടിമകളെ എങ്ങനെയാണ് നീ വിട്ടേച്ചു പോന്നത്? ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ. തറക്നാഹും വഹും യുസല്ലൂൻ. അല്ലേ, രാവിലെ ഇറങ്ങിയവർ അവര് കാണുന്നത് സുബ്ഹി നിസ്കരിക്കുന്നവർ, പിറ്റേന്ന് അസറിനിറങ്ങിയവർ മടങ്ങിപ്പോകുന്ന സമയത്ത് അവർ കാണുന്നത് അവൻ സുബ്ഹി നമസ്കരിക്കുന്നു. വആതൈനാഹും വഹും യുസല്ലൂൻ. ഞാൻ വരുമ്പോഴും പോകുന്ന സമയത്തും അവർ നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് മലായികത്തുകൾ അള്ളാന്റെ അടുക്കല് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മള് സുബ്ഹി ജമാഅത്ത് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ബർക്കത്താക്കപ്പെട്ട നമസ്കാരം സുബ്ഹി നമസ്കാരം. അത് പലപ്പോഴും നമ്മളിൽ നിന്ന് പല ആളുകളും ഒരു 100-ല് ബഹുഭൂരിപക്ഷം ആളുകളും നഷ്ടപ്പെടുത്തുന്ന ജമാഅത്താണ്. നിസ്കരിക്കുന്നവരുണ്ടാവൂട്ടോ, ഇല്ലാന്നല്ല, നിസ്കരിക്കും. പക്ഷേ ആ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥ വിശ്വാസികളെ നമുക്കുണ്ടാവാൻ പാടില്ല. എത്ര തന്നെ കഷ്ടപ്പെട്ടായാലും ആ ജമാഅത്ത് നമുക്ക് കൃത്യമായ നിലയിൽ നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി എന്താണോ നമ്മളെ ഫോണിൽ ചില ആളുകൾ പറയണേക്കാ എഴുന്നേക്കാൻ കയ്യണില്ല എന്നാ പറയല്. ചില ആളുകൾ പറയണ ന്യായ കിടക്കാൻ വൈകി. നമ്മൾ നിയത്താക്കണം, നേരത്തെ കിടക്കണം. എനിക്ക് സുബീസ്കരിക്കാന്നുള്ളതാ. ചങ്ങായിമാരുടെ കറങ്ങാൻ പോകുമ്പോ അല്ലേ, ഭക്ഷണം കഴിക്കാൻ അങ്ങാടിയിലേക്ക് പോകുമ്പോ, രാത്രി കറക്കത്തിന് ഇറങ്ങുമ്പോ ഓന്റെ മനസ്സിലുണ്ടാവണം എനിക്ക് സുബീക്ക് പോകേണ്ടതാണ്. അതിപ്പോ ദീനിയായ വിഷയങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവനായിക്കൊള്ളട്ടെ, അതിന്റെ സബബ് പറഞ്ഞ് ജമാഅത്ത് ഒഴിവാക്കാൻ കഴിയൂല. ദീനിന്റെ വിഷയത്തിൽ, ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ വിഷയത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പിറ്റേന്ന് സുബീക്കില്ലെങ്കിലും ഓനും കണക്കാ. അപ്പോ ഏതൊരു കാര്യത്തിന് മുൻഗണന ദീനായിരിക്കണം. അത് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും കഴിയാൻ
അപ്പൊ സുബഹി ജമാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, പ്രത്യേകിച്ച് ജുമാ ദിവസത്തിലെ സുബഹി നമസ്കാരത്തെ പറ്റിയിട്ടെല്ലാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ട് കാര്യങ്ങളാണ്. അപ്പോ ആ ജമാഅത്ത് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, യുവാക്കളെ, നമ്മളുടെ യുവത്വത്തിൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളത് നമ്മൾ യുവാക്കളാണ്. ആ യുവാക്കളെ എന്തുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഈ രീതിയിൽ ഏറെ വഴിതെറ്റി പോകുന്ന പ്രായത്തിൽ പോലും അള്ളാഹിന്റെ ദീനിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പോ ആ രീതിയിൽ സുബഹി ജമാഅത്ത് ആരെങ്കിലും അതേപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എത്രയെല്ലാം കാര്യങ്ങളുണ്ടോ, അവിടെയെല്ലാം മലക്കുകളുടെ പ്രാർത്ഥനയെ പറ്റി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. നേരത്തെ പള്ളിയിലേക്ക് വന്നാൽ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഓരോ കാര്യത്തിനും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് എടുത്തു പറഞ്ഞ കാര്യം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടി നമ്മൾ ഏൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും അതിനുള്ള ആഫിയത്തും എല്ലാം നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗങ്ങൾ ആരാണ്? ആ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ചു പോകുന്നത്. അതിൻ്റെ അടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സദസ്സുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുകയാണ്, മാ ഇജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ബൈനഹും. ഒരു അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ടോ യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ ഗ്രന്ഥം ഇങ്ങനെ പാരായണം ചെയ്യുന്നു. വയതദാറസൂന ബൈനഹും, അവർക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു റസൂൽ പറയുകയാണ്, ഇല്ലാ നസ്സലത അലൈഹിമുസ് സക്കീന, മനസ്സമാധാനം അവരുടെ മേലുണ്ടാകും. ടെൻഷനും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഖുർആനിന്റെ ഹദീസിന്റെ സദസ്സിൽ പോയിരുന്ന നമുക്കൊരു സക്കീനത്ത് ഉണ്ടാകും, അല്ലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ, കഷ്ടതയുണ്ടോ, അള്ളാഹിന്റെ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുക. അള്ളാഹിന്റെ നാമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സുക്കൂനത്ത് ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും. അപ്പോ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ എന്താണ്? ഇല്ലാ നസ്സലത അലൈഹിമുസ് സക്കീന, അള്ളാഹു സക്കീനത്ത് ഇങ്ങനെ ഇറക്കും. വഗശിയതുമുർ റഹ്മ, അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാകും. നമ്മൾ ജുമുഅക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക, നമ്മൾ പരസ്പരം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആയത്ത് ഓതുന്നു, നിങ്ങളത് കേൾക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു, നിങ്ങളത് ഉൾക്കൊള്ളുന്നു. ഈ ഒരു സദസ്സിൽ പോലും അള്ളാഹിന്റെ സക്കീനത്ത് നമുക്കുണ്ടാകും. വഗശിയതുമുർ റഹ്മ, അള്ളാഹിന്റെ റഹ്മത്ത് നമ്മളിങ്ങനെ പൊതിയും. വഹഫ്ഫതഹുമുൽ മലായിക, മലായികത്തുകൾ നമ്മളെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ആ മലായികത്തുകൾ നമ്മളെ പറ്റി ശുപാർശ ചെയ്യും. നോക്ക്, നിങ്ങൾ ഒരു ജുമുഅക്ക് വന്നാൽ പോലും എത്ര മൈൽ ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഇസ്ലാമികമായ സദസ്സുകളിൽ ചെല്ലാൻ, പഠനങ്ങൾക്ക് വിധേയമാകാൻ, ഖുർആനും ഹദീസും പഠിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മൾ നാലിച്ചൊക്കെ നമ്മൾ ഖുർആനും ഹദീസും, അല്ലെ, ഖുർആന് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന എത്ര പേരുണ്ട് കൂട്ടരെ? പരിശുദ്ധമായ ഖുർആനിന്റെ വക്താക്കളാണെന്ന് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്, അല്ലേ? പക്ഷേ ഒരു ഖുർആനിന്റെ ഒരു പേജ് എടുത്ത പോട്ടെ, ഒരു സൂറത്തുൽ ഫാത്തിഹ എടുത്ത തെറ്റുകൂടാതെ നമ്മളെ കൊണ്ട് വായിക്കാൻ കഴിയും. ഇവിടെ ഇമാമുണ്ട്, ഹാഫിള് ഉണ്ട്. നമ്മൾ ഒരു സുബീക്ക് ശേഷം എന്നാ ഞമ്മക്കൊന്ന് കുറച്ചേരം ഇരിക്കാം, നമുക്കൊന്ന് ഓദിത്താം, ഇമാം ഇവിടെ ഉണ്ട്, നമ്മളൊന്ന് തയ്യാറാവുക. അത് പഠിച്ചാൽ അള്ളാന്റെ അടുക്കല് മലായിക്കത്തീങ്ങൾ നമ്മളെ പറ്റി ശുപാർശ ചെയ്യുന്ന സൗകര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇനി ഒന്നുമില്ലേ, സുബീക്ക് വന്നാ എനിക്ക് ഡ്യൂട്ടിക്ക് പോണം, എനിക്ക് പ്രയാസമുണ്ട്, സമയമില്ല, ജോലിക്ക് പോണം, എന്നാ നമ്മളെ കയ്യിൽ ഫോണുണ്ട്,
അതിലില്ലാത്ത ഇതില്ല. കണ്ട ആപ്പുകളെല്ലാം ആപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടാൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. എന്നാ ഖുർആൻ പഠിപ്പിക്കുന്ന അതിന്റെ ആപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലുകൾ എത്രയുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ അതിനു വേണ്ടിയെങ്കിലും സമയം കണ്ടെത്താൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് കൂട്ടരെ, ഈ കാര്യങ്ങൾ വളരെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അപ്പൊ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സദസ്സുകളിൽ വന്നു ചേരാനും, ആ രീതിയിൽ അത് ഉൾക്കൊള്ളാനും, ആ രീതിയിൽ ഖുർആനിനെയും ഹദീസിനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നമ്മൾ തയ്യാറാവുക. അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കേട്ടതുപോലെയെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണോ ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്, അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ആഫിയത്ത്, ഹൃദയവിശാലത, ഈമാനികമായ ശക്തി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഇതിനെ വഴിപഴപ്പിക്കുന്ന ശൈത്താനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു ഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, മാരകമായ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ, അവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് اللهم احيانا منهم الاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسألك الجنة، اللهم انا نسألك الجنة، اللهم انا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.